അവൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകും തോറും ഹൃദയം മിടിക്കാൻ തുടങ്ങി. അവൾ അവിടെ എത്തിയതും ആ ഫോട്ടോയിലുള്ള ആളെ കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു. അമ്മ എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞ അവളുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശൻ തിരിഞ്ഞു നോക്കി. അവൾ പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന ലച്ചുവിനെയാണ്. മുത്തശ്ശൻ അവളുടെ അടുത്തേക്ക് പോയി. നീ എന്തിനാ മോളെ കരയുന്നത്? നീ എന്താ വിളിച്ചത്? നിനക്ക് എന്തുകൊണ്ടാണ് നിൻ്റെ അമ്മയെ ഓർമ്മ വന്നത്? ഞാൻ എൻ്റെ അമ്മയെ കണ്ടു മുത്തശ്ശ. അല്ല, നിൻ്റെ അമ്മയെ കണ്ടു എന്നോ? എവിടെയാണ് നീ കണ്ടത്? മുത്തശ്ശന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവൾ കൈ ചൂണ്ടുന്നത് കണ്ടത്. മുത്തശ്ശൻ ആ ഭാഗത്തേക്ക് നോക്കിയതും തൻ്റെ മകളുടെ ഫോട്ടോയിലേക്കാണ് അവൾ കൈ ചൂണ്ടിയതെന്ന് മനസ്സിലായതും അയാൾ ഞെട്ടിത്തരിച്ചു നിന്നു. നീ എന്താ പറഞ്ഞത്? ആ ഫോട്ടോയിൽ കാണുന്നത് നിൻ്റെ ആരാണെന്നാ പറഞ്ഞത്? അതേ മുത്തശ്ശ, ആ ഫോട്ടോയിൽ കാണുന്നതാ എൻ്റെ അമ്മ. അവൾ അങ്ങനെ പറഞ്ഞതും അദ്ദേഹം ഞെട്ടിത്തരിച്ചു നിന്നു. മോളെ. അയാൾക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മുത്തശ്ശൻ അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവളെ പിടിച്ച് ആ റൂമിൻ്റെ പുറത്തേക്ക് വന്നു. ജാനകി, ഇന്ദ്ര, ഉണ്ണി, എല്ലാവരും ഇങ്ങോട്ട് വാ. ഈശ്വരൻ ഉച്ചത്തിൽ എല്ലാവരെയും വിളിച്ചതും എല്ലാവരും പേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ നിങ്ങളിങ്ങനെ ഒച്ചത്തിൽ വിളിച്ചത്? ഞങ്ങൾ പേടിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് വിചാരിച്ചു. ജാനകി അങ്ങനെ പറഞ്ഞതും അയാൾ ലച്ചുവിൻ്റെ കൈ പിടിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ സംശയത്തോടെ അവരെ തന്നെ നോക്കി നിന്നു. നിങ്ങൾ എന്താ അവളെ കൈ പിടിച്ച് നിൽക്കുന്നത്? അവൾ എന്താ ചെയ്തത്? എടി ജാനകി, നീ ശരിക്കും ഇവളെ ഒന്ന് നോക്കിക്കേ. നിനക്ക് ആരെ പോലെയാണ് തോന്നുന്നത്? അങ്ങനെ പറഞ്ഞാൽ എനിക്കങ്ങനെ മനസ്സിലാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാലും നീ ഒന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖമാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും സംശയത്തോടെ അവരെല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. അപ്പോഴാണ് അവിടേക്ക് നാദ് വന്നത്. ഇവിടെന്താ വല്ല വിചാരണ നടക്കുന്നുണ്ടോ? അല്ല മുത്തശ്ശ, ഇവളെന്താ ചെയ്തത്? എൻ്റെ പൊന്നച്ഛ, ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ വേഗം പറഞ്ഞുതാ. നീയല്ലേ ജാനകി എപ്പോഴും പറയാറ് കണ്ണടയ്ക്കുന്നതിന് മുൻപ് ഒരാളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞതും ജാനകി അമ്മ പൊട്ടിക്കരഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, എൻ്റെ രാധുവിൻ്റെ മോളാണോ? ഞങ്ങളെ കൊച്ചുമോളാണോ നീ? അത് പറഞ്ഞ ജാനകി അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളും അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. അവരുടെ അടുത്തു നിന്നും കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ ഇന്ദ്രനും ഉണ്ണിയും നിറകണ്ണുകളോടെ നിന്നു. അവർ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് സംശയമുണ്ടായിരുന്നു. രാധുവിൻ്റെ എല്ലാം എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. പക്ഷേ ഉറപ്പിക്കാതെ പറയാൻ തോന്നിയ ഈശ്വരൻ ഞങ്ങളെ അടുത്തേക്ക് തന്നെ എത്തിച്ചാലോ, അതും ഇവൻ്റെ പെണ്ണായിട്ട് തന്നെ. ഞങ്ങൾക്കും സംശയമുണ്ടായിരുന്നു ഞങ്ങളുടെ പെങ്ങൾ രാധുവിൻ്റെ മകളാണോ എന്ന്. ഇപ്പം സന്തോഷമായി. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അവളുടെ തലയിൽ തലോടി അവളെ പിടിച്ച് ജാനകി അമ്മ അടുത്തിരുത്തി. അല്ല മോളെ, നിൻ്റെ അമ്മ എവിടെ? എന്നോട് പിണക്കാവുമല്ലേ? നീ ഞങ്ങളെ അടുത്തുള്ളത് അവൾക്കറിയുമോ? എന്നാലും എന്നെ കാണാൻ വരാൻ ആഗ്രഹമില്ലേ അവൾക്ക്? എന്നാലും അവൾക്ക് കാണാൻ വരാമായിരുന്നു. എന്നെ എന്തു പറഞ്ഞാലും അവളുടെ അച്ഛനും അമ്മയും ഏട്ടന്മാരും അല്ലേ? ലച്ചു എന്ത് പറയുമെന്നറിയാതെ പതറി. നാദ് അവളുടെ പരിഭ്രമിച്ച മുഖം കണ്ടതും, അല്ല മുത്തശ്ശി, ബാക്കിന് പിന്നെ ചോദിക്കാം. ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിനെ പറ്റി മറന്നോ? ഈശ്വര, ഞാൻ മറന്നു. ഇനി എല്ലാവരും പോയി റെഡിയാക്, അവർ ഇപ്പോൾ ഇവിടെ എത്തും. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ആദിയുടെ മുഖം താഴ്ന്നു. വിഷമത്തോടെ അവൾ റൂമിലേക്ക് പോയി. അവളുടെ പുറകെ ലച്ചുവും. ചേച്ചി, എനിക്ക് വയ്യ ഇങ്ങനെ ഇഷ്ടമില്ലാതെ ഒരാളുടെ മുന്നിൽ പോയി നിൽക്കാൻ. ഞാൻ പോവില്ല ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിലേക്ക്. എൻ്റെ പെണ്ണെ, നീ നാണം കെടുത്താതെ. അവർ വന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അവർക്ക് ഇഷ്ടമായാലല്ലേ, അപ്പം അതിനുശേഷം ബാക്കി തീരുമാനിക്കാം. നീ ഇപ്പം ഒന്നും ചിന്തിക്കാതെ അവരെ ദേഷ്യം പിടിപ്പിക്കാതെ മുഖമൊക്കെ കഴുകി നല്ല കുട്ടിയായി അവരുടെ മുന്നിലേക്ക് പോ. ചേച്ചി, എന്നെക്കൊണ്ട് പറ്റില്ല ഒരാളെ മനസ്സിൽ കൊണ്ടു നടന്ന് മറ്റൊരാളുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കാൻ. ശ്രീ, കണ്ണേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോവുക. നീ ഒന്നും ചിന്തിക്കാതെ നല്ല കുട്ടിയായിരിക്കെ. അത് പറഞ്ഞ് ലച്ചു അവിടെ നിന്നും പോയി. അവൾ റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഒരു ടർക്കി മാത്രം ഉടുത്ത് നിൽക്കുന്ന നാദിനെ. അയ്യേ എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നിന്ന് കണ്ണുകൾ പൊത്തി. എൻ്റെ കണ്ണേട്ട, ആ ഷർട്ടൊന്ന് ഇട്ടൂടെ? മൊസലും വിരിച്ച് നിൽക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യയുടെ മുന്നിലല്ലേ, അല്ലാതെ വേറെ ആരുടെയും മുന്നിലല്ലല്ലോ. ഷർട്ട് എടുത്തു തരാനല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ കണ്ണുപൊത്തി ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി. അതിൽ നിന്നൊരു ബ്ലൂ കളർ ഷർട്ട് എടുത്തു കൊടുത്തു. അവനത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നഗ്നമായ വിരിഞ്ഞ നെഞ്ചിലേക്കിട്ടു. അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. അവളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. എന്തിനാ എൻ്റെ ഭാര്യയുടെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത്? അവൻ അങ്ങനെ പറഞ്ഞ് അവളുടെ പുറകിലൂടെ അവൻ്റെ കൈ അവളുടെ വയറിൽ അമർത്തി
അവളെ ഒന്നുകൂടെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ ഹൃദയം കൂടുതൽ മിടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിക്കാൻ നിന്നതും, കണ്ണാ നീ എവിടെ? അവർ വന്നൂട്ടോ. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് നുണയാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അവൻ അവളുടെ ചുണ്ടിലേക്ക് അമർന്നു. എട കണ്ണാ നീ എവിടെ? ഇന്ദ്രൻ വീണ്ടും അവനെ വിളിച്ചപ്പോഴാണ് അവൻ അവളിൽ നിന്നും അകന്നു മാറിയത്. ഇപ്പം ഇത്രയും മതി, ബാക്കിനി പിന്നെ തരാം. അതും പറഞ്ഞവൻ അവളിൽ നിന്നും അകന്നു മാറി ഡ്രസ്സിട്ട് താഴേക്ക് പോയി. അവൾ അപ്പോഴും സ്വപ്നലോകത്തെന്ന പോലെയായിരുന്നു. ചെറിയമ്മ അവളെ വിളിച്ചപ്പോഴാണ് അവൾ സ്വപ്നത്തിൽ നിന്നും തിരിച്ചു വന്നത്. അവൾ വേഗം തന്നെ ബ്ലൂ കളർ സാരി ഉടുത്ത് ആര്യയുടെ അടുത്തേക്ക് പോയി. ചേച്ചി എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ പോവില്ല. നീ ഒന്ന് പോയി കണ്ടെന്ന് വെച്ച് നിന്നെ ഇപ്പോൾ കെട്ടിപ്പോവുകയില്ലല്ലോ, വാ നടക്ക്, അവരൊക്കെ വിളിക്കുന്നുണ്ട്. ലച്ചു അങ്ങനെ പറഞ്ഞതും ആദ്യം ഇഷ്ടമില്ലാതെ അവളുടെ കൂടെ താഴേക്ക് പോയി. ആദ്യയുടെ കയ്യിൽ ചായയുടെ ട്രേ എടുത്ത് കൊടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. ലച്ചുവും അവളുടെ കൂടെ പോയി. അവിടെ ഇരിക്കുന്ന ഹരിയെ കണ്ടതും ലച്ചു കണ്ണും തള്ളി നിന്നു. നാഥ അവളുടെ മുഖത്തേക്ക് നോക്കി മിണ്ടരുതെന്ന് പറഞ്ഞു. അവൾ പിറകിലേക്ക് മാറി ആദ്യ വന്നവർക്ക് ചായ കൊടുത്തു. അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ചായ കൊടുത്ത് വേഗം ലച്ചുവിൻ്റെ പിറകിൽ വന്ന് നിന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും ആദ്യ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. എനിക്കൊന്നും പറയാനില്ല ചേച്ചി, നീ ഒന്ന് പോയി സംസാരിച്ചിട്ട് വാ. അവൾ അങ്ങനെ പറഞ്ഞതും ആദ്യം റൂമിലേക്ക് പോയി. ഹരി അവളുടെ പിറകെ തന്നെ. അവൾ അവളുടെ റൂമിലേക്ക് പോയി ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. അവൻ ശബ്ദമുണ്ടാക്കി അവളുടെ അടുത്തേക്ക് പോയി. അവൻ വന്നതറിഞ്ഞതും അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. അയാളെ തന്നെ എനിക്ക് ഭർത്താവായി കാണാൻ പറ്റൂ. നിങ്ങൾ തന്നെ ഇതിൽ നിന്നും പിന്മാറണം. അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. എൻ്റെ വീട്ടുകാർ ഇതറിയരുത്. ഇവൾ ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചൊന്നും പറയാതെ എന്താണ് എന്ന് വിചാരിച്ച് ആദ്യം തിരിഞ്ഞു നോക്കിയതും നെഞ്ചിൽ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ഹരിയേട്ടനെ കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അല്ല, ഹരിയേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? പിന്നെ നിന്നെ പെണ്ണ് കാണാൻ വന്ന ആളോട് സംസാരിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ വന്നു, നീ നിനക്ക് പറയാനുള്ളത് കേട്ടു. ഓ അങ്ങനെ, എന്നിട്ട് കണ്ടോ, ഇഷ്ടായോ? താല്പര്യമില്ലാതെ അവൾ അവനോട് അങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞതും അവൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല എന്ന് അവളുടെ പറച്ചിൽ നിന്നും തന്നെ മനസ്സിലായി. എന്താ നിങ്ങൾ പറഞ്ഞത്? ആരെ കാണാൻ? അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ്റെ നേരെ തിരിഞ്ഞു. അവൾ ഞെട്ടി നിൽക്കുന്ന മുഖഭാവം കണ്ട് ഹരിക്ക് ചിരി വന്നെങ്കിലും അവൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു. നിങ്ങളെന്താ പറഞ്ഞത്? ആരെ കാണാനാ വന്നതെന്ന്? അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാതെ അവൾക്ക് വാക്കുകൾ പറയാൻ കിട്ടിയിരുന്നില്ല. അവൾ കാൽ നിറത്തുറക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പൊന്നാദി, നീ ആദ്യം മര്യാദയ്ക്കൊന്ന് നിൽക്ക്, എന്നിട്ട് നിനക്ക് പറയാനുള്ളത് പറ. ഇനി എന്താ നിനക്ക് അറിയേണ്ടത്? അവൻ അങ്ങനെ പറഞ്ഞതും അവൾ ചമ്മിക്കൊണ്ട് ജനലിൻ്റെ അടുത്ത് പോയി. എടി പെണ്ണെ, നിന്നെ പെണ്ണ് കാണാൻ വന്നതും ഈ ദുരന്തത്തെ എൻ്റെ തലയിൽ വെക്കാനുമാണ് ഞാൻ വന്നത്. പിന്നെ ആ കുട്ടി എന്നെ കുറേ വട്ടം കറക്കി, അപ്പം അവൾക്കും തിരിച്ചു പണി കൊടുക്കണ്ടേ? അവൻ അങ്ങനെ പറഞ്ഞതും ആദ്യം അവനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നിങ്ങളാണിന്ന് വരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിന്നോട് പറഞ്ഞാൽ ഇങ്ങനെ നിന്റെ ചമ്മിയ മുഖം കാണാൻ പറ്റുമോ? നിന്റെ ഈ ഞെട്ടി നിൽക്കുന്ന മുഖം കാണാൻ പറ്റില്ലല്ലോ. അല്ല, എന്നെ നീ കുറേ വട്ടം കറക്കിയതല്ലേ, അതിന് തിരിച്ച് പണി തരണ്ടേ? അല്ല, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാന് എൻ്റെ ഏട്ടനാകുമല്ലേ. അയാൾക്കല്ലാതെ ഇങ്ങനെ ഒരു ബുദ്ധി വരില്ല. അപ്പോൾ നിനക്ക് നിൻ്റെ ഏട്ടനെ നന്നായി അറിയുമല്ലേ? അതുകൊണ്ടാണല്ലോ എനിക്ക് അർദ്ധരാത്രി വിളിച്ച് ശല്യം ചെയ്യുന്ന പെൺകുട്ടി നീയാണെന്ന് അവൻ മനസ്സിലാക്കിയത്. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ വീണ്ടും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, ഏട്ടൻ അറിയുമോ ഞാനാണ് വിളിച്ചിരുന്നതെന്ന്? എൻ്റെ ഈശ്വര, എൻ്റെ കഥ കഴിഞ്ഞു. അത് പറഞ്ഞവൾ തലയിൽ കൈവച്ചിരുന്നു. അവൻ അറിഞ്ഞതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് നമ്മുടെ പെണ്ണുകാണൽ ചടങ്ങ് പെട്ടെന്ന് കഴിഞ്ഞത്. നിന്റെ വീട്ടുകാർക്കും അവനും ഇഷ്ടമായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നും പിന്മാറിയേനെ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കോളറിൽ പിടിച്ചു. എന്നെ ഒഴിവാക്കി പോവുമല്ലേ? അങ്ങനെ എന്നെ ഒഴിവാക്കി പോയിരുന്നെങ്കിൽ ഞാനും ചാവും, നിങ്ങളോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യും. അവൾ ദേഷ്യത്തോട് അവൻ്റെ കോളറിൽ പിടിച്ച് അങ്ങനെ പറഞ്ഞതും അപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഇനി എൻ്റെ പെണ്ണ് പേടിക്കേണ്ട, ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ടേ പോകൂ. ഇനിയെന്നും എൻ്റെ മരണം വരെ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് ഞാൻ തരുന്ന വാക്കാണ്.
അത് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. കുറേ നേരത്തിനു ശേഷം അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? താഴേക്ക് പോവണ്ടേ? അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. അവൻ അവളോട് അങ്ങനെ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയെടുത്തു. ഹരിയേട്ടൻ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വേണ്ട, നമുക്കൊന്നിച്ച് പോവാം. അല്ല, അവരെ കാണുന്നില്ലല്ലോ, അവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എടാ കണ്ണ, നീ ഒന്ന് പോയി നോക്ക്. അവൾ അവനെ ജീവനോടെ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? ഉണ്ണി അങ്ങനെ പറഞ്ഞതും നാഥ അവിടേക്ക് പോവാൻ നിന്നതും അപ്പോഴാണ് അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. അവനെ കണ്ടതും നാഥ് കണ്ണു കാണിച്ച്, ഹരി കണ്ണടച്ച് കാണിച്ചു. അവൾ നാഥിനെ കണ്ടതും എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്നെന്തിനാ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചത്? ടെൻഷൻ അടിച്ച് മരിച്ചിരുന്നെങ്കിലോ? ഇന്നിങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞ് ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അവളെ പിടിച്ചു. എല്ലാവരും മുഖം കറുപ്പിച്ച് നിന്നു. ഏട്ടത്തിയും എന്നെ പറ്റിച്ചു അല്ലേ? അച്ഛനും വല്യച്ഛനും എല്ലാവരും എന്നെ പറ്റിച്ചു. അല്ല, നീയും ഇവനും ചേർന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് മറച്ചു പിടിച്ചില്ലേ? സൂര്യനെ നോക്കി ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അവൻ ഞെട്ടി അവരെല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു. എൻ്റെ പൊന്നു മോളെ, ഞാൻ നിരപരാധിയാണ്. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നോട് പറഞ്ഞിരുന്നു. കണ്ണേട്ടൻ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. ഏട്ടനായി കരുതിയ ഹരിയേട്ടൻ പോലും. അത് സാരമില്ല ഏട്ടത്തി, എല്ലാവർക്കുള്ള പണി നമുക്ക് കൊടുക്കാം. ഇപ്പം എല്ലാം അവസാനിച്ചു. ഇന്നിപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് എൻ്റെ കൊച്ചുമോളെ കിട്ടി. പിന്നെ എൻ്റെ ചെറിയ കൊച്ചുമോളുടെ വിവാഹം നടക്കാൻ പോകുന്നു. ഇങ്ങനൊരു സന്തോഷമുള്ളൊരു ദിവസം ഈ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇനിയൊരു വേദന എൻ്റെ മകൾ വന്നില്ലല്ലോ എന്നാണ്. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും ലച്ചുവിൻ്റെ തല താഴ്ന്നു. അവൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. ഇവൾ എന്താ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ അവർ അവളെ തന്നെ നോക്കി നിന്നു. നീ എന്തിനാ മോളെ ക്ഷമ ചോദിക്കുന്നത്? അതിന് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അത് മുത്തശ്ശ, മുത്തശ്ശൻ കാണാൻ ആഗ്രഹിക്കുന്ന മകൾ, അതായത് എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ ജനനത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതും അവരുടെ മുഖത്ത് സങ്കടമൊന്നുമില്ലായിരുന്നു. മറിച്ച് അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. കണ്ണൻ ഞങ്ങളോടെല്ലാം വന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. മുത്തശ്ശൻ അവൾ പിടിച്ചുയർത്തിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാ സങ്കടങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അധികം വൈകിക്കാതെ ഇവരുടെ വിവാഹം നടത്താം. ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി അടുത്ത് തന്നെ. എന്താ എല്ലാവരുടെയും അഭിപ്രായം? എല്ലാം അച്ഛൻ്റെ തീരുമാനം പോലെ. എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ടാകും. ഇന്ദ്രനും ഉണ്ണിയും അങ്ങനെ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. പക്ഷെ അവർ ആരും അറിഞ്ഞില്ല ആ ചിരിയുടെ പുറകെ കണ്ണ് നിറയുമെന്ന്. ഇതും പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോയി. ഇന്ദ്രന് പോവാൻ നിന്നത് മുത്തശ്ശൻ വിളിച്ചു, ഇന്ദ്ര ഒന്ന് അവിടെ നിൽക്ക്. എന്താ അച്ഛാ? എത്രയും പെട്ടെന്ന് ആ തിരുമേനിയെ ഒന്ന് വിളിപ്പിച്ച് നല്ലൊരു ദിവസം നോക്കാം. ഇനി നീട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല. എൻ്റെ മനസ്സ് പറയുന്നത് ഇനിയും ഒരു മരണം കൂടെ നടക്കാൻ പോകുന്നു എന്ന്. എൻ്റെ അച്ഛ, അങ്ങനെയുള്ളൊന്നും ചിന്തിക്കാതെ മനസ്സിലുള്ള സങ്കടങ്ങൾ മറന്നിനി കൊച്ചുമക്കളുടെ വിവാഹത്തിൻ്റെ സന്തോഷ ദിവസങ്ങൾ ഓർത്തിരിക്കുക. വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. മനസ്സിലായോ അച്ഛന്? അതും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഭയം കുടുങ്ങിക്കിടന്നു. പക്ഷെ ആരോടും അദ്ദേഹം പറഞ്ഞില്ല. ഇന്ദ്രൻ ആരോടും അച്ഛൻ പറഞ്ഞത് പറഞ്ഞില്ല. കണ്ണനോട് പോലും അവൻ്റെ സന്തോഷമില്ലാതാക്കണ്ട എന്ന് കരുതി. എന്താ ഈശ്വരവർമ്മ എന്നോട് വരാൻ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇന്ദ്രൻ തിരുമേനിയെ വിളിക്കാൻ പോയി. അപ്പോൾ തന്നെ അവൻ്റെ കൂടെ തിരുമേനി തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അത് തിരുമേനി, ചെറുമക്കളുടെ വിവാഹം നടത്താൻ പറ്റിയ നല്ല ദിവസം നോക്കാനാണ്. ആണോ? ദേവിൻ്റെ മകൻ വന്നോ? എന്നിട്ട് എവിടെയാ അവൻ? അവൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ? ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ അവൻ്റെ വിവാഹം പെട്ടെന്നുണ്ടാകുമെന്ന്. എന്നിട്ട് പെൺകുട്ടി എവിടെ? അതേ തിരുമേനി, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തിരുമേനി പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റേത് കഴിഞ്ഞു. അവൻ പുറത്തേക്ക് പോയതാണ്. ഇപ്പോൾ വരും തിരുമേനി. കണക്ക് നോക്കിയൊരു നല്ല ദിവസം പറ, അധികം വൈകിക്കണ്ട. ആയിക്കോട്ടെ ഈശ്വരവർമ്മ, വർമ്മയുടെ തീരുമാനം പോലെ തന്നെ ചെയ്യാം. അത് പറഞ്ഞ് തിരുമേനി രണ്ടുപേരുടെയും ജാതകം നോക്കി. ഈശ്വരവർമ്മ, ഇവർക്കൊരു കുഴപ്പവും കാണുന്നില്ല. 10ൽ 10 പൊരുത്തമുണ്ട്. ഇനി അവരുടേതാണ് നോക്കേണ്ടത്. തിരുമേനി അങ്ങനെ പറഞ്ഞതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് പിന്നെയുള്ള ചോദ്യം കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. ഇനി എൻ്റെ ചെറുമകൻ്റെയാണ്. പക്ഷേ പെൺകുട്ടിയുടെ ജാതകം ഞങ്ങളുടെ കയ്യിലില്ല. നാഥിൻ്റെ വിവാഹം നടത്തുന്നുണ്ടോ? അല്ല, പെണ്ണെവിടെ? അവൾ അകത്തുണ്ട്, ഞാൻ വിളിക്കാം.
അതും പറഞ്ഞ് ആദ്യ അടുക്കളയിലേക്ക് പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു. തിരുമേനി, ഇവളുടെ ജാതകം അവളുടെ കയ്യിലില്ല. അത് സാരമില്ല, ജനിച്ച ദിവസവും സമയവും പറഞ്ഞു തന്നാൽ മതി. അവൾ തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ കണക്ക് നോക്കിയതും ഞെട്ടി. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് എല്ലാവരുടെയും മുഖത്ത് സംശയം നിറഞ്ഞു. എന്താ തിരുമേനി, എന്താണെന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അയാൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ കാറ് വീടുമുറ്റത്ത് വന്നു നിന്നത്. അവനെ കണ്ടതും അയാൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ഒരു കുഴപ്പവുമില്ല, പിന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ശത്രുക്കൾ ചുറ്റുമുണ്ട്, തകർക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു ശ്രദ്ധ നല്ലതാണ്. തിരുമേനി പേടിക്കേണ്ട, എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. തിരുമേനിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. എന്നും ഉണ്ടാകും. ഇപ്പം ഞാൻ വന്നതിൻ്റെ കാര്യം പറയാം. സീതയ്ക്ക് തുണിയായി ദേവനുള്ളപ്പോൾ പേടിക്കാനില്ലല്ലോ, അല്ലേ? ഈ മാസം അടുത്ത 10-ന് നല്ല ഒരു മുഹൂർത്തം. 10-നും 10:30-ക്കും ഇടയിൽ. അല്ലാതെ ഈ മാസം കാണുന്നില്ല. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അത് മതി തിരുമേനി, അധികം അങ്ങോട്ടേക്ക് നീട്ടണ്ട. അടുത്ത ആഴ്ച നടത്താം. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും അതിന് സമ്മതം മൂളി. അങ്ങനെ തിരുമേനി നിലത്തു നിന്നും എണീറ്റ് മുത്തശ്ശൻ ദക്ഷിണ കൊടുത്ത് അയാൾ അവിടെ നിന്നും മടങ്ങി. കണ്ണ, തിരുമേനിയെ ഒന്ന് അവിടെ വരെ കൊണ്ടാക്കി കൊടുക്കാമോ? ആ ശരി മുത്തശ്ശി. അയാൾ അവൻ്റെ കാറിൽ കയറി അവിടെ നിന്നും പോയി. ഇന്ന് എന്തോ നടത്തി വരുന്ന വഴിയാണല്ലേ? ആരെയോ ഇല്ലാതാക്കി വരുന്നതാണ്. ശത്രുക്കളെ ഓരോന്നായി ഇല്ലാതാക്കുകയാണല്ലേ? അത് എങ്ങനെ തിരുമേനിക്ക് മനസ്സിലായി? നിന്റെ മുഖം കണ്ടാൽ അറിയാം. പിന്നെ ഒരു കാര്യം മുത്തശ്ശൻ്റെ മുന്നിൽ പറയാതിരുന്നതാ. അടുത്ത തറവാട്ടിലൊരു മരണം നടക്കും. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ആരും പുറത്തേക്ക് പോവാതിരിക്കുക. ശരി തിരുമേനി, ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം ഈശ്വരൻ്റെ തീരുമാനമല്ലേ, നമുക്ക് തട്ടിമാറ്റാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞ് തിരുമേനി ഇറങ്ങിപ്പോയി. അവൻ തിരിച്ചു വീട്ടിലേക്ക്. കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ അവരെ ആ ഗോഡൗണിലേക്ക് പോയി. അവനെ കണ്ടതും അവിടെ നിൽക്കുന്നവർ അവൻ വാതിൽ തുറന്നു കൊടുത്തു. എന്തായി ടോണി, ബാക്കിയുണ്ടോ അവർ? അത് ബോസ്, അവർ ബഹളമുണ്ടാക്കിയപ്പോൾ നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല. അപ്പം നന്നായി പെരുമാറിയിട്ടുണ്ട്. ടോണി തലയും ചൊറിഞ്ഞു മറിഞ്ഞ് അങ്ങനെ പറഞ്ഞതും നാഥൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവരുടെ അടുത്തേക്ക് പോയതും അവരുടെ അവസ്ഥ കണ്ടു നാഥ് ടോണിയുടെ മുഖത്തേക്ക് നോക്കി. ജീവനുണ്ടോ അവരുടെ ശരീരത്തിൽ? നാഥ് അങ്ങനെ പറഞ്ഞതും അവൻ മിണ്ടാതെ നിന്നു. അത് ബോസ്, ജീവൻ നിങ്ങളെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി വെച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തിരുന്നേനെ. ടോണി അങ്ങനെ പറഞ്ഞതും ചോദിക്കാനും പറയുകയും ചെയ്യാതെ നാഥ് അവരെ രണ്ടുപേരെയും അവൻ്റെ കയ്യിലെ ഗണ്ണാഞ്ഞു വലിച്ച് ഷൂട്ട് ചെയ്തു. അവൻ്റെ ദേഷ്യം തീരും വരെ അവൻ ഷൂട്ട് ചെയ്തു. അവരുടെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകി. രണ്ടുപേരുടെയും ശരീരം അവരുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇട്ടുകൊടുക്ക്. അത് കണ്ട് അവൻ്റെ അച്ഛൻ സമാധാനമാകട്ടെ. നാഥ് അത് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോൾ തന്നെ ടോണിയും കൂട്ടുകാരും ആ ശവശരീരങ്ങൾ ചാക്കിൽ കെട്ടി അവിടെ നിന്നും കൊണ്ടുപോയി. മാധവൻ തൻ്റെ പെങ്ങൾ അറസ്റ്റിലായതിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അവിടേക്ക് അയാളുടെ ഭാര്യ വരുന്നത്. എൻ്റെ മാധവേട്ട, നിങ്ങളൊന്ന് ഇവിടെ ഇരിക്ക്. അവർക്ക് അവർ ചെയ്തതിന് ഈശ്വരൻ കൊടുത്തതാണ്. നിങ്ങളതിൻ്റെ പിറകെ പോകണ്ട. അംബിക അങ്ങനെ പറഞ്ഞതും അയാൾ ദേഷ്യം കൊണ്ട് അവരുടെ കഴുത്തിൽ പിടിച്ചു. കൂടുതൽ പറഞ്ഞാലുണ്ടല്ലോ, ഒഴിഞ്ഞു കളയും ഈ നാവ്. അവളെ അവിടെ നിന്നും ഇറക്കിയില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാകും. അവളെല്ലാം വിളിച്ചു പറഞ്ഞ നമ്മൾ അകത്താകും. അംബിക ശ്വാസം കിട്ടാതെ പിഴഞ്ഞു. അയാളുടെ കൈ മുറുകിക്കൊണ്ടിരുന്നു. വിട്, എനിക്ക് ശ്വാസം മുട്ടുന്നു. അംബിക അങ്ങനെ പറഞ്ഞതും അയാൾ കൈയെടുത്തു. മാധവേട്ട, നിങ്ങളിങ്ങനെ പെങ്ങളെ പുറകെ പോയിക്കോ. നിങ്ങളുടെ ഒരു മകനെ കാണാഞ്ഞിട്ട് 8 ദിവസമായി. നിങ്ങൾ പോയെന്ന് അന്വേഷിച്ച് നോക്കിയോ? അംബിക അങ്ങനെ പറഞ്ഞതും അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മുറ്റത്തൊരു ചാക്കിരിക്കുന്നത് കണ്ട് സംശയത്തോടെ അതിൻ്റെ അടുത്തേക്ക് പോയി. അതിൽ നിന്നും രക്തമൊഴുകി വരുന്നത് കണ്ടതും അയാൾ ആ ചാക്ക് തുറന്നതും ഞെട്ടിത്തരിച്ചു നിന്നു. മോനെ രാഹുലേ. മാധവൻ അങ്ങനെ നിലവിളിക്കുന്നത് കേട്ട് സുഗുണൻ ഞെട്ടിത്തരിച്ചു നിന്നു. മാധവൻ്റെ നിലവിളി കേട്ട് അയാളുടെ ഭാര്യ പുറത്തേക്ക് വന്നു. എന്താ മാധവേട്ട, എന്തിനവിടെ ഇരുന്ന് കരയുന്നത്? അവർ ചോദിച്ചിട്ടും അയാളൊന്നും പറഞ്ഞില്ല. മാധവൻ്റെ അടുത്തുനിന്ന് മറുപടി കിട്ടിയില്ല എന്ന് കണ്ടതും അംബിക സുഗുണനോട് കാര്യം തിരക്കി. എന്താ സുഗുണ, എന്തിനാ മാധവേട്ടൻ ഇങ്ങനെ കരയുന്നത്? അംബിക അങ്ങനെ ചോദിച്ചതും എന്തു പറയണമെന്നറിയാതെ സുഗുണൻ കുഴങ്ങി. എന്നിട്ട് അവൻ ആ ചാക്കിൻ്റെ നേരെ കൈ ചൂണ്ടി. സംശയത്തോടെ അംബിക അവിടേക്ക് നോക്കി. അവർ അതിൻ്റെ അടുത്തേക്ക് നോക്കി അതിലുള്ളവരെ കണ്ടതും അംബിക ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. മാധവൻ അവരെ താങ്ങി പിടിച്ച് വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും വിവരം അറിഞ്ഞ് നാട്ടുകാരും വന്നു തുടങ്ങി.
അവരെ രണ്ടുപേരെയും ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. മോനെ, എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. അതും പറഞ്ഞ് അംബിക പൊട്ടിക്കരഞ്ഞു. മാധവൻ തളർന്ന ആ വീടിൻ്റെ ഉമ്മറത്തിരുന്നു. അപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ആംബുലൻസ് അവിടേക്ക് വന്നത്. അവരെ അകത്തേക്ക് കൊണ്ടുവന്നു എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഹാളിൽ തന്നെ കിടത്തി. നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അംബിക അവനെ കിടത്തി ഹാളിലേക്ക് വന്നു. മാധവ, നിനക്ക് കാണണ്ടേ അവനെ? ഫിലിപ്പ് അങ്ങനെ ചോദിച്ചതും, എൻ്റെ മോൻ്റെ ഭാഗങ്ങളല്ലേ ഉള്ളൂ, അവൻ്റെ മുഖം ശരിക്ക് കാണാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം ആരാണിത് ചെയ്തതെന്ന്. വെറുതെ വിടില്ല ഞാൻ. അതൊക്കെ ഇനിയും സമയമുണ്ട്. നീ ഇപ്പോൾ അവനെ ഒന്ന് കണ്ടിട്ട് വേണം വേഗം അടക്കം ചെയ്യാൻ. കൂടുതൽ നേരം ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഫിലിപ്പ് അങ്ങനെ പറഞ്ഞത് മാധവൻ അയാളെ താങ്ങി പിടിച്ച് നിലത്തുനിന്നും എണീറ്റ് അവൻ്റെ മൃതത ശരീരത്തിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ പൊന്നുമോനെ, നിൻ്റെ മുഖം ഒന്ന് അവസാനമായിട്ട് ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. നിന്നെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. അവരെയും ഞാൻ ഇതുപോലെ ഇല്ലാതാക്കും. കണ്ടോ മാധവേട്ട, നമ്മുടെ മോൻ നമ്മളെ നോക്കി ചിരിക്കുന്നത്. അവനെപ്പോഴും പറയും ഉയരങ്ങളിൽ എത്തണമെന്ന്. അവൻ നമ്മളെ നോക്കി കിടക്കുന്നത് കണ്ടില്ലേ? നമ്മളെ പറ്റിക്കുകയാണ് മാധവേട്ട. ഞാനിപ്പോൾ വരാം. അംബികയുടെ സമനില തെറ്റിയ അവസ്ഥയിൽ അങ്ങനെ കണ്ടത് മാധവൻ നാഥനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. മാധവേട്ട കണ്ടോ, അവൻ എന്നോട് പറഞ്ഞിരുന്നു നല്ലൊരു ഷൂസ് വേണമെന്ന്. അവനറിയാതെ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അത് കൊടുക്കാത്തതിന് പിണങ്ങിക്കിടക്കുകയാണ് അവൻ. അത് പറഞ്ഞ് അംബിക അവൻ്റെ കാലിൽ ഭാഗം പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മാധവ, അംബികയെ പിടിച്ചു മാറ്റ്, എന്നിട്ട് അവനെ എടുക്കണം. ഫിലിപ്പ് അങ്ങനെ പറഞ്ഞത് മാധവൻ അംബികയെ അവൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി. ഈ ഷൂസ് ഇട്ടിട്ട് കൊണ്ടുപോയാൽ മതി അവനെ. അതൊന്നും കേൾക്കാതെ അവർ അവനെ എടുത്തതും, എൻ്റെ മോനെ കൊണ്ടുപോവല്ലേ, അവനെ ഈ ഷൂസ് ഇട്ടിട്ട് കൊണ്ടുപോയാൽ മതി. അവനെ കൊണ്ടുപോകില്ലെന്ന് പറ മാധവേട്ട. അംബിക അങ്ങനെ പറഞ്ഞതും ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു. എല്ലാവരും ചേർന്ന് താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി. മാധവൻ അവൻ്റെയും ഗോകുലിൻ്റെയും സംസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. എല്ലാവരും കുറച്ച് കഴിഞ്ഞതും അവിടെ നിന്ന് പോയിരുന്നു. ഫിലിപ്പ് മാധവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ കൈകൾ വെച്ചു. വിടില്ല, അവനെ ഇല്ലാതാക്കും ഞാൻ. അത് പറയുമ്പോഴും മാധവൻ്റെ മുഖം ചുവന്നു. കണ്ണിൽ നാഥനോടുള്ള പക ആളിക്കത്തി.